കഴിഞ്ഞ ദിവസം റോയിറ്റേഴ്സ് ഒരു വാർത്ത പുറത്തുവിട്ടുണ്ടായി, DGCAയുടെ മുന്നറിയിപ്പ് എയർ ഇന്ത്യ അവഗണിച്ചു എന്നുള്ളത്. അതിൻ്റെ അനന്തരഫലമായിട്ടാണ് ഈ അപകടം എന്ന രീതിയിൽ പലരും പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഈ 3 എയർബസ്സുകൾക്കായിരുന്നില്ല മുന്നറിയിപ്പ് കൊടുത്തത്. പക്ഷേ ഈ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ എയർ ഇന്ത്യ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായില്ല എന്ന് പറഞ്ഞ് കൈ കഴുകാനുള്ള ഒരു ശ്രമമാണ് നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ എയർ ഇന്ത്യ 3 അവരുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുത്തു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? അതായത് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻസ്, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു മന്ത്രാലയം, അവർ വ്യോമയാന മന്ത്രാലയം, അവർ ഇപ്പോൾ എയർ ഇന്ത്യക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് 3 ജീവനക്കാർക്ക്. അതായത് ഒന്ന് ഡിവിഷണൽ വൈസ് പ്രസിഡന്റ് ചൂരാ സിംഗ്, പിന്നെ ഒന്ന് ഈ ജീവനക്കാരുടെ അതിൻ്റെ ഷെഡ്യൂളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചീഫ് മാനേജർ പിങ്കി മിത്തൽ, പിന്നെ ഒരാൾ ഇതേപോലെ തന്നെ ജീവനക്കാരുടെ HR മാനേജറാണെന്ന് കരുതാം, ഒരു പായൽ അറോറ. ഇവർക്കെതിരെയാണ് അന്വേഷണ വിധേയമായി നടപടി എടുത്തേക്കുന്നത്. അപ്പോൾ ഇവരെ തൽക്കാലം ഇപ്പോൾ ഈ പദവികളിൽ നിന്ന് മാറ്റി നിർത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്വേഷണ വിധേയമായി മാറ്റിവെച്ചേക്കുക. അതുമാത്രമല്ല, ഈ വിമാനങ്ങളുടെ സുരക്ഷ, അതേപോലെ തന്നെ ജീവനക്കാരുടെ ഏകീകരണം അല്ലെങ്കിൽ അവരുടെ ജീവനക്കാരെ വിന്യസിക്കൽ സംബന്ധിച്ച ചുമതലകൾക്ക് തൽക്കാലത്തേക്ക് ഇവർക്ക് നൽകരുത്. 10 ദിവസത്തിനുള്ളിൽ എയർ ഇന്ത്യ ആഭ്യന്തര അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തിയ റിപ്പോർട്ട് DGCAക്ക് കൈമാറണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്ക് വന്നിരിക്കുന്ന വീഴ്ച എന്തെന്നാൽ, ഇവർ ഈ വിമാനത്തിൻ്റെ സുരക്ഷ, അതായത് ഈ വിമാനങ്ങളുടെ കാര്യങ്ങളൊക്കെ പരിശോധിക്കണമല്ലോ, അതിൻ്റെ സുരക്ഷാ സംബന്ധമായ ജോലിക്കാരെ വിന്യസിക്കുന്നതിൽ ഗുരുതരമായ പിഴവ് വരുത്തി. അതുമാത്രമല്ല, അൺഓതറൈസ്ഡ് ആൻഡ് നോൺ കോംപ്ലിയൻ ക്രൂ പെയറിംഗ്, അതായത് ഈ കൃത്യമായ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിന്യസിക്കുന്നതിലും അല്ലെങ്കിൽ വേണ്ടത്ര ജീവനക്കാരെ ആവശ്യമുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഉറപ്പുവരുത്തുന്നതിലുമൊക്കെ ഈ ഉദ്യോഗസ്ഥർ ഗുരുതരമായ പിഴവ് വരുത്തി എന്നുള്ള ഗുരുതരമായ കണ്ടെത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ അഹമ്മദാബാദ് വിമാന അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഈ വിമാനത്തിനുണ്ടായിരുന്നിരിക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നടപടി പ്രസക്തമാകുന്നത്. ഈ അപകടം നടന്ന് ഏതാണ്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും അപകടത്തിൻ്റെ കാരണത്തെക്കുറിച്ച് പോലും നമുക്ക് വ്യക്തതയില്ല. അപ്പോൾ സുരക്ഷാ വീഴ്ച എന്ന തരത്തിലൊരു സൂചനകൾ നേരത്തെ വന്നിരുന്നു. അതായത് ഈ വിമാനം പറക്കുന്നതിന് മുൻപായിട്ട് ഇത് പൂർണ്ണമായും സുരക്ഷിതമാണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പ്രാഥമികമായ പരിശോധനകളൊക്കെ നടത്തി ചെക്ക് റിപ്പോർട്ട് തയ്യാറാക്കി ഇതെല്ലാം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ അതിന് പര്യാപ്തമായ ജീവനക്കാരെ ഉറപ്പുവരുത്തുന്നതിൽ എയർ ഇന്ത്യക്ക് ഗുരുതരമായ പിഴവ് അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് DGCAയുടെ ഈ നടപടി. ഏതായാലും 10 ദിവസം കൊണ്ട് അവർ എയർ ഇന്ത്യ ഇക്കാര്യത്തിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ടിൽ ഈ ആരോപണത്തിൽ കഴമ്പുണ്ടെങ്കിൽ അത് ഈ അപകടത്തിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുന്ന സംഗതിയാണിപ്പോൾ എയർ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ DGCA ഒരു 3 വിമാനങ്ങളുടെ കാര്യമാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. അത് എയർ ഇന്ത്യക്ക് റിപ്പോർട്ട് കൊടുത്തിരുന്നത് അത് കൃത്യമായിട്ട് അതിൻ്റെ സർവീസും കാര്യങ്ങളും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. അതിലൊരു വിമാനം മെയ് 15-ന് അതിൻ്റെ, അതായത് A320 എന്ന നമ്പറിലുള്ള ഒരു എയർബസ്, അത് മെയ് 15-ന് അതിൻ്റെ സർവീസ് നടത്തേണ്ടതാണ്. പക്ഷേ അത് 1 മാസങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ സർവീസ് നടത്തിയത് എന്നതാണ് ലഭിക്കുന്ന വിവരം. അതേ ഈ കാലഘട്ടത്തിൽ സർവീസ് നടത്താതെ അത് ജിദ്ദ, ദുബൈ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് അത് ട്രാവൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എയർ ഇന്ത്യക്ക് കൃത്യമായിട്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് ആഭ്യന്തര സർവീസ് നടത്തുന്ന എയർബസ് A319 അത് 3 മാസം വൈകി എന്നാണ് പറയുന്നത് സർവീസ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയ്ക്കും ഉദാസീനത എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. മറ്റൊരു വിമാനം 2 ദിവസം വൈകി എന്ന് പറയുന്നു. ഇതിൻ്റെ കൃത്യമായ പരിശോധനകളിൽ ഇതിൻ്റെ സർവീസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അപകടം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ പുറത്തിറക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് ഇവർ സർവീസ് ചെയ്ത് വെച്ചില്ല എന്നതാണ് അവർ പ്രധാനമായിട്ടും DGCA കൊടുത്ത നോട്ടീസിൽ പറയുന്നത്. പക്ഷേ റോയിറ്റേഴ്സ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് ശേഷം പല മാധ്യമ പ്രവർത്തകരും എയർ ഇന്ത്യ അധികൃതരുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടങ്ങളിലൊക്കെ അവർ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശരിയാണ്, അങ്ങനെ ഒരു വീഴ്ച ഞങ്ങൾക്ക് പറ്റിയിരുന്നു എന്ന ഒരു കാരണവശാലും അവർ സമ്മതിക്കില്ല. കാരണം അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ അതുപോലൊരു വീഴ്ചയാണ് ഈ അപകടം എന്നുള്ളത് ഉറപ്പായിട്ടും അവരുടെ തലയിലേക്ക് വരും. അതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ ഒരു കാര്യം മാധ്യമം. ഇവർ എയർ ഇന്ത്യ ബുദ്ധിപരമായി നേരത്തെ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഈ അപകടത്തിൽപ്പെട്ട വിമാനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പിഴവില്ല എന്ന് അവർ സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു. അതിന് കാരണമായി പറയുന്നത് 2023 ഒക്ടോബറിലോ മറ്റോ ആണ് ഇതിൻ്റെ ആനുവൽ മെയിൻ്റനൻസ് നടന്നത്. അടുത്ത അറ്റകുറ്റപ്പണി, അതായത് ഈ വിമാനം പൂർണ്ണമായി വർക്ക്ഷോപ്പിൽ കയറ്റി അല്ലെങ്കിൽ ഹാങ്കറിൽ കയറ്റി പൂർണ്ണമായുള്ള അറ്റകുറ്റപ്പണി ഈ വരുന്ന ഡിസംബറിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ അതിനുള്ളിൽ ഇതിന് കാര്യമായ പിഴവുകളില്ല എന്ന് പറയുന്നു. അതേസമയം തന്നെ ഈ വിമാനത്തിൻ്റെ എഞ്ചിനുകളുടെ പിഴവാണല്ലോ ഈ അപകട കാരണമെന്ന് പറയുന്നത്. അപ്പോൾ വിമാനത്തിൻ്റെ ഒരു എഞ്ചിൻ ഈ അടുത്ത കാലത്താണ് 2025 അതിൻ്റെ സർവീസ് 2024. അപ്പോൾ വലത് ഭാഗത്തുള്ള എഞ്ചിൻ താരതമ്യേന പുതിയതാണ് എന്നും പറയുന്നു. ഇടത് ഭാഗത്തുള്ള എഞ്ചിന് കാലപ്പഴക്കമുണ്ട്. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ 2 എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തനം നിലച്ചതാണ് ഈ അപകട കാരണമെന്നിരിക്കെ ഈ ഒരു എഞ്ചിൻ പുതിയതും ഒരു എഞ്ചിൻ പഴയതുമാണെന്ന് ഇവർ പറയുന്നു. അപ്പോൾ ഈ സാങ്കേതിക പിഴവ് എങ്ങനെ ഉണ്ടായി, അപ്പോൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ റിപ്പോർട്ട്. നേരത്തെ തന്നെ ഒരു വൈറൽ വീഡിയോ വന്നിരുന്നു. അതായത് ഈ വിമാനത്തിലെ ഒരു യാത്രക്കാരൻ പകർത്തിയത്. ഈ അതായത് ഈ അപകടം ഉണ്ടാകുന്നതിന് 2-3 മണിക്കൂർ മുമ്പാണ് ആ വീഡിയോ ചിത്രീകരിക്കുന്നത്. അയാളത് ട്വിറ്റർ എക്സിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് ഈ വിമാനത്തിൻ്റെ അകത്തെ ഡിസ്പ്ലേ സംവിധാനം പ്രവർത്തിക്കുന്നില്ല, AC മര്യാദക്ക് വർക്ക് ചെയ്യുന്നില്ല, അതേപോലെ എയർ ഹോസ്റ്റസുമാരെ ബന്ധപ്പെടാനുള്ള ഫോൺ അത് പ്രോപ്പറല്ല, ചില സ്വിച്ചുകൾ അമർത്തുന്നതല്ലാണ്ട് അതൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വൈദ്യുതി ബന്ധം ഉള്ള ഒരു സംഗതികളാണ്. അപ്പോൾ ഇതൊക്കെ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ സർക്യൂട്ടിൽ എന്തോ തകരാറുണ്ടായി കാണണം എന്നാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. അപ്പോൾ ഈ വിമാനത്തിനുള്ളിലും ഗുരുതരമായ ഈ വൈദ്യുതി ബന്ധം തകരാറിലായിട്ടുണ്ട് എന്ന തരത്തിൽ സൂചനകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ റാറ്റ് എന്ന് പറയുന്ന സംവിധാനം പ്രവർത്തിച്ചു എന്നുള്ളത് ഏകദേശം സ്ഥിരീകരിക്കുന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം വിമാനത്തിനുള്ളിലെ വൈദ്യുതി വിതരണം പൂർണ്ണമായി തടസ്സപ്പെട്ട ഒരു സാഹചര്യം അതിനുണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിമാനത്തിൻ്റെ ഈ സുരക്ഷാ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിൽ, അതായത് വിമാനം താഴെ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഗുരുതരമായ പാളിച്ച വന്നിട്ടുണ്ട്. എയർ ഇന്ത്യ അധികൃതർ അക്കാര്യം അത് ഏറെക്കുറെ സമ്മതിക്കുന്ന തരത്തിലാണിപ്പോൾ ഈ ഉന്നത ജീവനക്കാർക്കെതിരെ പോലും ഇത്തരത്തിലുള്ള അച്ചടക്ക നടപടി എടുക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. എയർ ഇന്ത്യക്ക് മറ്റൊരു തിരിച്ചടി കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചോന്നറിയില്ല. അതായത് എയർ ഇന്ത്യയിൽ യാത്രക്കാരുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറഞ്ഞു. അതെ അതെ, അവർ സർവീസ് വെട്ടിച്ചുരുക്കിയത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും 20% ടിക്കറ്റ് ഇത് കുറയുകയാണ് ചെയ്തത്. ടിക്കറ്റ് ബുക്കിംഗ് കുറഞ്ഞു എന്നുള്ള ഒരു വലിയ വാർത്തയാണത് എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യാത്രാ വിമാനമുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരെ യാത്രക്കാർ കൈയൊഴിയുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ യാത്രക്കാർക്ക് അവരുടെ സുരക്ഷയിൽ വലിയ ഒരു ചിന്തയുണ്ടാവാം, പിന്നെ ആശങ്കയുള്ളത് കൊണ്ടാണ് അവർ ഈ വിമാന കമ്പനിയെ പൊതുവെ കൈവിടാനുള്ള ഒരു അല്ലെങ്കിലും പൊതുവെ എയർ ഇന്ത്യയെക്കുറിച്ച് വ്യാപക പരാതി ഉള്ളതാണ്. മിക്കവാറും ഈ വിമാനങ്ങൾക്കുള്ളിൽ യാത്രക്കാർക്ക് അസൗകര്യങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ അതിൻ്റെ ഷെഡ്യൂളിങ്ങിൽ ഉണ്ടാകുന്ന പാളിച്ചകൾ, വിമാനം റൺവേയിൽ നിർത്തിയിട്ടാൽ പോലും എയർ കണ്ടീഷൻ അടക്കം വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഏറ്റവും കൂടുതൽ പരാതികൾ കേൾക്കുന്ന ഒരു സംഗതിയാണ് എയർ ഇന്ത്യ എന്ന് പറയുക. എയർ ഇന്ത്യ എക്സ്പ്രസ് പോലുള്ള വിമാനങ്ങൾ അത്തരം പരിപാടികൾ സ്ഥിരമാണ്. ചിലപ്പോൾ മുൻകൂട്ടി അറിയിപ്പില്ലാതെ തന്നെ വിമാനങ്ങളുടെ സർവീസുകൾ റദ്ദാക്കുക, ഡിലേ ആവുക, ഇത്തരം വ്യാപക പരാതികളുണ്ട്. അപ്പോൾ കൂനിമേ കുരു എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഒരു അപകടവും കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ യാത്രക്കാർക്കിടയിൽ അത്തരത്തിലൊരു ആശങ്ക ഉണ്ടായാൽ അവർ കുറ്റം പറയാനൊക്കെ ഇല്ല. ഏതായാലും ഇത് സുരക്ഷാ പാളിച്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഏകദേശം സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇത്തരത്തിൽ നടപടികളും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ അപകട കാരണം എന്തെന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷേ അതിലേക്കൊരു കൃത്യമായൊരു ലീഡ് ഇപ്പോൾ വന്നിട്ടുണ്ട്.